സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അപ്പീലിന്മേലുള്ള നിർണായക വിധി ഉടൻ ഉണ്ടാകും. ഒരുപക്ഷെ അതിൽ കേന്ദ്രീകരിച്ചു തന്നെയാകും കൂടുതൽ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുക. കെ ബാബുവിന്റെ വിഷയത്തിൽ ഉണ്ടായതുപോലെ സമാനമായ ഒരു വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് മാരിയാടനും ഉള്ളത്. വിവരങ്ങളുമായി രാജേന്ദ്രൻ ചേർന്നുണ്ട്. രാജേന്ദ്രൻ, അല്പസമയത്തിനകം തന്നെ വിധി ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും കേരളം മാത്രമല്ല, ഈ ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനം ഉൾപ്പെടെ വളരെ ശ്രദ്ധാപൂർവമാണ് കേരളത്തിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഏറെ കാലത്തിന് ശേഷമാണ് കേരളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ദേശീയ ചാനലുകളുടെ എല്ലാം മുഖ്യ വാർത്തയായി മാറുന്നത്. രാവിലെ മുതൽക്ക് തന്നെ ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളുടെയും ഹിന്ദി ടെലിവിഷൻ ചാനലുകളുടെയും അവർ നിർത്താതെ കേരളത്തിലെ സംഭവവികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അത്യപൂർവമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഈ അഴിമതി എന്നത് ദേശീയ തലത്തിൽ, കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ വളരെ നിർണായകമായ തെളിവുകൾ സഹിതമുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിനെതിരെ FIR, ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ FIR ഇടാൻ ഒരു വിജിലൻസ് കോടതി നിർദ്ദേശിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സോളാറുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ ദേശീയ മാധ്യമങ്ങളിലെ മുഖ്യ വിഷയമാവുന്നത്. ഇന്നത്തെ ദില്ലിയിൽ നിന്നും ഇറങ്ങുന്ന ഇംഗ്ലീഷ് പത്രങ്ങളുടെ എല്ലാം തന്നെ ഒരു ഫ്രണ്ട് പേജ് വാർത്തയാണിത്. മാത്രമല്ല, ഇവരെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന ഇരട്ടത്താപ്പിനെയും നിശിതമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ സംഭവവികാസങ്ങൾ യാതൊരു സംശയവും വേണ്ട, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം രാജിവെക്കണം എന്നൊരു അഭിപ്രായം പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിലെ ഒരു പ്രബലമായ വിഭാഗം അവർ രഹസ്യമായി പറയുന്നുണ്ട്. ഇതിനായുള്ള കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. UDF-ലെ ഘടകകക്ഷികൾ അങ്ങേയറ്റം ആശങ്കയിലാണ്. ഈ രീതിയിൽ UDF ഒന്നാകെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ നിർണായകമായ, വളരെ സുപ്രധാനമായ ഉമ്മൻചാണ്ടിയുടെയും അരിയാട് മുഹമ്മദിന്റെയും സ്വകാര്യ ഹർജികൾക്ക് മേൽ കോടതി വാദം കേൾക്കാൻ പോകുന്നത്. ഈ കോടതി വാദം കേൾക്കുന്ന ജസ്റ്റിസിന്റെ പ്രത്യേകത, ജസ്റ്റിസ് ഉബൈദാണ് ഇതിൽ വാദം കേൾക്കുന്നത്. ജസ്റ്റിസ് ഉബൈദ് തന്നെയായിരിക്കും ഇതിനകത്ത് വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. ഈ ജസ്റ്റിസ് ഉബൈദിന്റെ കാര്യം പറയുമ്പോൾ അതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അദ്ദേഹമാണ് മന്ത്രി ബാബുവിനെതിരെയുള്ള വിജിലൻസ് ഉത്തരവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ബാബു സമർപ്പിച്ചിരുന്ന സ്വകാര്യ ഹർജിയിൽ സ്റ്റേ അനുവദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാബുവിന് അനുകൂലമായ എല്ലാ സാഹചര്യവും സ്വാഭാവികമായും ഉമ്മൻചാണ്ടിക്കും അനുകൂലമാവും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്, UDF നേതാക്കൾക്കുണ്ട്. ഇന്നലെ രാത്രി ഉമ്മൻചാണ്ടി ഇവിടെ ഈ എറണാകുളത്ത് പോയി അദ്ദേഹം AG-യുമായും മറ്റ് നിയമവിദഗ്ധരുമായും വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളെല്ലാം ഒന്ന്, സ്വകാര്യ ഹർജി സമർപ്പിക്കാനുള്ള തീരുമാനം. രണ്ട്, ഏതു വിധേനയും ഈ ഹർജി സമർപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി ബാബുവിന് അനുകൂലമായ രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ച, സ്റ്റേ ഉത്തരവ് നൽകിയ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിന് മുമ്പാകെ തന്നെ ഇത് കൊണ്ടുവരണമെന്നൊരു തീരുമാനവും കൈക്കൊണ്ടത്. സാധാരണ നമുക്കറിയാം, ഈ ഒരു കേസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഹർജി സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓർഡർ അനുസരിച്ചാണ് വ്യത്യസ്തമായ ബെഞ്ചുകളിലേക്ക് പോവുക. എന്നാൽ ഇന്നാവട്ടെ വ്യത്യസ്തമായൊരു സാഹചര്യം ഉണ്ടായി. ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ നേരിട്ട് സർക്കാർ അഭിഭാഷകൻ എത്തുകയും അത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ഹർജി അദ്ദേഹത്തിന് മുന്നിൽ തന്നെ വരും. ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഹർജികൾക്ക് മേൽ വാദം കേട്ട് വിധി പുറപ്പെടുവിക്കുന്നത്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ്, ഇവിടെ അറിയാനുള്ളൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഇത് കോടതി തള്ളുമോ അതോ തള്ളിക്കളയുമോ, അതോ കോടതി അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുമോ, അത് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുമോ, സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ സ്റ്റേ ചെയ്യുന്നതിനോട് അനുബന്ധമായി എന്തെങ്കിലും നിരീക്ഷണങ്ങൾ കോടതി നടത്താൻ തയ്യാറാവുമോ, മാത്രമല്ല ഇതിനെല്ലാറ്റിനും പുറമെ എന്തെങ്കിലും ചില ഉപാധികൾ വെക്കാൻ തയ്യാറാവുമോ എന്നതെല്ലാം വളരെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ കോടതി നടത്തുന്ന നിരീക്ഷണങ്ങളായേക്കാം കോടതിയുടെ ഉത്തരവിനേക്കാൾ നിർണായകമാവുക. നമ്മൾ മന്ത്രിയായിരുന്ന KM മാണിയുടെ ആ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായത് കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളായിരുന്നു. അതാണ് ആ രാജിയിലേക്കെല്ലാം തന്നെ നയിച്ചത്. അതുപോലെ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തുമോ, ഉത്തരവ് എന്തായിരിക്കും, സ്റ്റേ ചെയ്യുമോ, പിന്നെ എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടാവുമോ, ഇതെല്ലാം തന്നെ വളരെ നിർണായകമായിരിക്കും. സൗമ്യ, ഒരുപക്ഷെ മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത് കെ ബാബുവിന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ ഒരു വിധിയാണ്. പ്രത്യേകിച്ച് ജസ്റ്റിസ് ഉബൈദിന് മുന്നിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് പിന്നിലെ ഒരു ഉദ്ദേശവും അതുതന്നെയായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള കേസിന്റെ ഒരു വ്യാപ്തി അത് തള്ളിക്കളയാൻ പറ്റുമോ? ഒരുപക്ഷെ ഈ ഒരു വിധി അങ്ങനെ അനുകൂലമായി വന്നാൽ അതിൽ ഊന്നിയായിരിക്കും രാജി അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക. പക്ഷെ അതിനും അപ്പുറത്തേക്ക് സോളാർ കമ്മീഷന് മുൻപാകെ ഇര തന്നെ വന്ന് ആ വിധത്തിൽ തന്നെ സരിതയുടെ വാക്കുകൾ തെളിവായി വരുമ്പോൾ
ഇങ്ങനൊരു വിധി വന്നാലും അതിന്റെ പ്രാധാന്യം തള്ളിക്കളയാനാകുമോ? ഒരു കാരണവശാലുമില്ല. കാരണം ഇതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിധി ഈ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആ ജഡ്ജിക്കെതിരെ, വിജിലൻസ് കോടതി ജഡ്ജിക്കെതിരെ അവർ പ്രകടനം നടത്തി. പല ചാനൽ ചർച്ചകളിലെല്ലാം തന്നെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ ജഡ്ജിയുടെ കുടുംബത്തിനെതിരെ പോലും വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടായി. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, മറ്റ് നിരവധി കേസുകൾ, എന്തിനേറെ ബാർ കേസിൽ നിന്ന് പോലും ഈ കേസ് വ്യത്യസ്തമാണെന്ന് പറയാം. ബാർ കേസിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള ഒരു കേസാണെന്ന് പറയാം. കാരണം അതിനുള്ള ഈ ഒരു വിജിലൻസ് കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അതിന് ആസ്പദമായി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായം എന്ന് പറയുന്നത് ഇത് അത്യപൂർവമായ ഒരു സംഭവവികാസമാണെന്നതാണ്. അത്യപൂർവമായ സംഭവവികാസങ്ങൾ നമുക്കറിയാം. അത്യപൂർവമായ നിരവധി സംഭവവികാസങ്ങളിൽ, പ്രത്യേകിച്ച് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതികൾ, അത് സുപ്രീം കോടതി തൊട്ട് ഇന്ത്യയിലെ പല കോടതികളും, ഹൈക്കോടതികളും അതുപോലെ കീഴ്ക്കോടതികളും എല്ലാം തന്നെ സമാനമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ വിഷയം സോളാർ എന്ന് പറയുന്നത് അത് ഇന്നലെ ഇപ്പൊ സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾ, കമ്മീഷൻ മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ എന്നത് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഏതാണ്ട് വ്യത്യസ്തമായ കോടതികളായി ഈ സരിതയ്ക്കെതിരെ 30-ലധികം കേസുകളുണ്ട്. ഈ വിഷയം വളരെ സജീവമായി കേരളം ചർച്ച ചെയ്യുന്നതാണ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കോടതി ഇത്തരത്തിൽ, അതും ഒരു അന്യായം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അന്യായം പോലും പരിഗണിക്കാതെ സ്വമേധയാ ഈ ജസ്റ്റിസുമാർ ഇത്തരം വിഷയങ്ങളിൽ സ്വമേധയാ നടപടികൾ കൈക്കൊണ്ട ചരിത്രവും തന്നെ നമുക്ക് എല്ലാവർക്കും മുന്നിലുണ്ട്. സാധാരണ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ, അതിനകത്ത് കഴിഞ്ഞ ഏതാനും കാലമായി സുപ്രീം കോടതി തന്നെ പല കേസുകളിലായി നിരവധി മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ എത്ര കണ്ട് പാലിക്കപ്പെടുന്നതായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, വിജിലൻസ് കോടതി ഒരു അഴിമതി കേസിൽ മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും എതിരായി എഫ്ഐആർ ഇടാൻ നിർദ്ദേശിക്കുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി ആര്യാടൻ മുഹമ്മദും ഹൈക്കോടതി ബെഞ്ചിന് മുമ്പാകെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും അടിയന്തരമായ കാര്യം എന്ന് പറയുന്നത് സ്റ്റേ അനുവദിക്കണമെന്നതാണ്. എന്നാൽ ഈ സ്റ്റേ അനുവദിക്കുന്ന ഘട്ടത്തിൽ കോടതിക്ക് മുമ്പാകെയുള്ളത് ചില സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അനുവർത്തിച്ചുകൊണ്ട് വ്യത്യസ്തമായ വിധിന്യായങ്ങളിലൂടെ മുന്നോട്ട് വെച്ച ചില മാർഗനിർദ്ദേശങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കീഴ്ക്കോടതികൾ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ നടപടികൾ കൈക്കൊള്ളുമ്പോൾ ഒരു കാരണവശാലും തന്നെ അത് കണ്ണുമടച്ച് സ്റ്റേ ചെയ്യരുത്. അതായത് അഴിമതി കേസുകളിൽ കോടതി അങ്ങേയറ്റം ജാഗരൂകരായിരിക്കണം. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ സുപ്രീം കോടതി തന്നെ ഒരു ഉത്തരവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് കാർഡിൽ ഒരാൾ ഒരു പരാതി അയച്ചു കഴിഞ്ഞാൽ അതിനെപ്പോലും ഇത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്, കോടതിയിൽ ഇങ്ങനെയല്ല കേസ് ഫയൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും തന്നെ അത് തള്ളിക്കളയരുത്. ജസ്റ്റിസ് JS വർമ്മയുടെ വളരെ സുപ്രധാനമായ നിരീക്ഷണമുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് സുപ്രീം കോടതിയിൽ ഇങ്ങനെ അദ്ദേഹം സ്വയം പറയുന്നു ഇന്ന സ്ഥലത്ത് ഒരു അഴിമതി നടന്നു എന്ന് പറഞ്ഞാൽ പോലും അയാൾ പറയുന്നത് എന്താണെന്ന് കേട്ട് അത് സശ്രദ്ധം വീക്ഷിക്കാനുള്ള ഒരു ജാഗ്രത കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നതാണ്. ആ ജാഗ്രത ഈ കേസിൽ കൈക്കൊള്ളുവാൻ ജസ്റ്റിസ് തയ്യാറാവുമോ എന്നതായിരിക്കും ഏറ്റവും നിർണായകമാവുക. മറ്റൊന്ന്, അപ്പോൾ ഒന്ന് ജാഗ്രതയുടെ ഈ വിഷയം, മറ്റൊന്ന് സ്റ്റേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. മൂന്നാമതായിട്ടുള്ള കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ അഴിമതി കേസുകളിൽ ഈ തീരുമാനം കൈക്കൊള്ളുമ്പോൾ, കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ആരാണ് ഈ കേസിലെ യഥാർത്ഥ ഹർജിക്കാരനെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു അവസരം നൽകാൻ പരമാവധി ശ്രമിക്കണം. ഇതിന്റെ പ്രത്യേകത ഇതാണ്. ഇപ്പോൾ ഇന്ന് കോടതിയുടെ മുമ്പാകെ ഹർജിയുമായി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതോടൊപ്പം അപ്പീലിന്മേൽ വാദം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടുമോ എന്നതായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. വാദം തുടങ്ങി ഉടൻ തന്നെ വിധി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ വിധി ഉണ്ടാകണം എന്ന് നേരത്തെ സർക്കാർ അഭിഭാഷകൻ നേരിട്ട് ജസ്റ്റിസ് സുബൈദിന് മുന്നിൽ പറഞ്ഞിരുന്നു, പരിഗണിക്കണം എന്ന തരത്തിലൊക്കെ തന്നെ. യെസ്, ഉമ്മൻചാണ്ടിയുടെയും ആര്യാടന്റെയും അഭിഭാഷകൻ ജസ്റ്റിസ് സുബൈദിന് മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹർജി പരിഗണിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നിർണായകമായ വിധി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, വിധി കഴിഞ്ഞ ദിവസം ബാബുവിന്റെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന വിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിനെതിരെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്.
അങ്ങനെയുള്ള ഇടപെടൽ ശരിയാണെന്നും അല്ലെന്നും എന്ന തരത്തിൽ ഒരുപക്ഷെ അതിലൊരു പ്രതീക്ഷയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉബൈദിന്റെ മുന്നിലേക്ക്, ജസ്റ്റിസ് ഉബൈദിന്റെ മുന്നിലേക്ക് ഈ അപ്പീലുമായി എത്തിയതും. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അതിനകത്ത് എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളെയും ഉപയോഗിക്കുക തങ്ങൾക്ക് അനുകൂലമായി എന്ന് ചിന്തിക്കുന്ന ഒരു കറപ്റ്റ് മൈൻഡ് ഉണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക്. എല്ലാ സാഹചര്യങ്ങളെയും തനിക്ക് അനുകൂലമായി ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിച്ചിട്ട് വളരെ എന്താ പറയുക ഇന്നസെൻസ് പ്ലേ ചെയ്യുക, ഒരു വൃത്തികെട്ട രീതിയാണ്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത, നമ്മൾ മുഖ്യമന്ത്രി വിചാരിക്കുമ്പോൾ എന്താണ് അത് ഉയർത്തിപ്പിടിക്കുന്ന ഡിക്കോറം എന്താണ്, ഭരണഘടനാ ബഹിഷ്കരിക്കുകയാണ്. പകരം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് ഭരണകൂട സ്ഥാപനത്തെയും ഉപയോഗിക്കുക, അത്തരം ഒരു രീതിയാണ് ഉമ്മൻചാണ്ടി പിന്തുടരുന്നത്. അതുകൊണ്ട് നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞ മാതിരി ഉമ്മൻചാണ്ടിയിൽ നിന്നും മര്യാദയോ സദാചാര ബോധമോ ഒന്നും പ്രതീക്ഷിക്കരുത്. ആ നിലയ്ക്ക് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന കളി എന്താ, ഒരു അതിജീവനത്തിനുള്ള അവസാന ശ്രമമാണ്. അവസാന ശ്രമം നിലയ്ക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് അദ്ദേഹത്തിന് 2 മാസത്തെ ആശ്വാസം കിട്ടും. ആ 2 മാസത്തെ ആശ്വാസം കിട്ടുമ്പോൾ അതിന്റെ പേരിൽ ഈ ടെനുവർ തയ്യാറാണ് എന്ന് മാത്രമാണ് കിട്ടുന്നത്. അല്ലാതെ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമോ, പരാജയപ്പെട്ടു പോകുമോ, ഇത്തരം വ്യാകുല ചിന്തകളൊന്നും മുഖ്യമന്ത്രിയെ നയിക്കുന്നതായി കാണുന്നതേയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ മുൻനിർത്തി നമുക്ക് സദാചാര സ്വഭാവത്തോടു കൂടിയതോ അല്ലെങ്കിൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുന്നതോ ആ ഒരു ചർച്ച അസാധ്യമായിരിക്കുന്നു എന്നതാണ് വസ്തുത. അവിടെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, സമീപകാലത്തായി ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടി പ്രത്യേകിച്ച് എടുക്കുന്ന നിലപാടുകൾ വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ജസ്റ്റിസ് ഉബൈദിന് മുന്നിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു, ഇന്ന് തന്നെ പരിഗണിക്കണം വിഷയമെന്ന രീതിയിൽ പറയുന്നു. ആ വിധത്തിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെങ്ങനെയാണ്? അതെ, അതിനകത്ത് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. എപ്പോഴും ജുഡീഷ്യറിയിൽ എപ്പോഴും നമുക്ക് പുഴുകുത്തുകൾ കാണാൻ കഴിയുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്രത്യേക ജഡ്ജിനെ സമീപിക്കുന്നു, അങ്ങനെ സമീപിക്കുകയും അദ്ദേഹത്തെ വക്കീൽ മുഖാന്തരം ഇതിങ്ങനെ അനുവദിക്കണമെന്ന് വ്യക്തിഗതമായി അപ്പീൽ ചെയ്യിക്കുക. ഞാൻ പറയുന്നത് ഇതൊക്കെ സ്വാഭാവികഗതിയിൽ ജുഡീഷ്യറിക്ക് അകത്തുള്ള നല്ല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല റിസൾട്ടുകൾക്ക് വേണ്ടി നടക്കുന്ന കാര്യങ്ങളാണ്. ഈ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വക്കീൽ ഇങ്ങനെ ശ്രമിച്ചാൽ പോലും അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തരുത്, അത് തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുമെന്ന് പറയേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നറിയപ്പെടേണ്ട, പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടിയുള്ള ഒരു വലിയ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ആ ഭരണഘടനാ പൊസിഷനിലിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ് ഒരു ജഡ്ജുമായി ബന്ധിപ്പിച്ച് ഈ തരത്തിലുള്ള പിൻവദന്തികൾ വളരാൻ പാകത്തിലുള്ള പ്രയോഗങ്ങൾ നടക്കുന്നത്. എന്നിട്ട് 2 മാസം സ്റ്റേയും വാങ്ങി വന്നിട്ട് ഇതാ കണ്ടോ സ്റ്റേ ചെയ്തു. സ്റ്റേ എന്ന് പറയുന്നത് ഒരു നിലവാരത്തിനും ആരെയും ക്വാളിഫൈ ചെയ്യുന്ന ഒരു സാധനമല്ല, ഒരു സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കൽ മാത്രമാണ്. ബാബുവിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞില്ലേ, അതെല്ലാം കോടതി സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയെന്ന് മട്ടിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, കബളിപ്പിക്കൽ ഒരു കലാരൂപമായി വളർത്തിയെടുത്ത ഒരുപക്ഷെ കോൺഗ്രസിന് തന്നെ വലിയ പുഴുക്കുത്തേൽപ്പിക്കാൻ ഭാവിയിൽ സാധ്യതയുള്ള അതിശക്തനായ ഒരു നേതാവ് പോലുമാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെയാണ് ശ്രീ ഭാസ്കരേന്ദ്ര ബാബുവിന്റെ കാര്യത്തിൽ പോലും ഇന്നലെ വന്ന ആ ഒരു വിധിയിലൂന്നി കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തു എന്ന രീതിയിലാണ് നേതാക്കൾ സംസാരിച്ച് നമ്മൾ കണ്ടത്. അത് സമാനമായ രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അതുതന്നെയാണ് ജസ്റ്റിസ് ഉബൈദിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു പ്രതീക്ഷയും. പക്ഷെ അതിന് എത്രത്തോളം സാധ്യമാണ്? ഒരു ഭാഗത്ത് അദ്ദേഹത്തിനും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പണം നൽകിയെന്ന് പറഞ്ഞ് അടക്കമുള്ള കാര്യങ്ങൾ അഴിമതിയുടെ ഒരു പ്രതിയായി തന്നെ മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് രണ്ടും തുലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ? അല്ല, അതിനകത്ത് സത്യത്തിൽ സരിതയെ പോലെയുള്ള അത് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വണ്ണം കഴിഞ്ഞ 3 വർഷമായി സരിതായാനം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു ചിത്രമുണ്ട് ആ സ്ത്രീയെ കുറിച്ച്. ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ. അങ്ങനെ ഒരാൾ 1,90,00,000 രൂപ താൻ കൊടുത്തു എന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നു. കൊടുത്തത് ഏതൊക്കെ നിലപാടിൽ വിഭജിച്ചു നൽകി, എവിടെ വെച്ച് നൽകി, ആരു വഴി നൽകി, അതെല്ലാം പരിശോധിക്കുമ്പം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം സത്യസന്ധമാണെന്ന് തോന്നുന്ന അവസ്ഥയുണ്ട്. അത് പോകട്ടെ, അങ്ങനെ കൊടുത്തു എന്ന് പറയുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നില്ലേ? ആ അവസ്ഥയാണ് അവിടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് വലിയ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു ആക്ഷേപം സരിതയെ പോലെയുള്ള ഈ കോൺഗ്രസുകാർ തന്നെ പ്രചരിപ്പിച്ച, സരിത പറയുന്നത് മാതിരി വളരെ മോശം ഇമേജ് അവരെ കുറിച്ച് സൃഷ്ടിച്ച
ആ സ്ത്രീ തന്നെ പറയുന്ന ഒരു അവസ്ഥ അതിനകത്ത് യാതൊരു ചളിപ്പില്ലാതെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ സത്യത്തിൽ ധാർമ്മികതയല്ല, ധാർമ്മികതയ്ക്കപ്പുറത്ത് ശരി ചെയ്തു എന്ന ബോധമുണ്ടല്ലോ, ആ ബോധമാണ് ശക്തി പകരുന്നത് എന്നൊക്കെ പറയുമ്പം എത്ര വങ്കത്തരമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന ഭരണഘടനാപരമായ സ്ഥാനത്ത് നിന്ന് അത്തരം വങ്കത്വങ്ങൾ ശരാശരി മലയാളി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹൈക്കമാൻഡ് എടുത്ത നിലപാട് എന്താണ്? എന്തിന് ആദർശ ധീരൻ എന്ന് പറയുന്ന BM സുഹൃത്തുക്കേണ്ടി വന്ന ഗതികെട്ട നിലപാടാണ്. ഇവരൊക്കെ എത്തിക്കുന്ന നിലപാട് ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റി ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആസന്നമായ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ ഇത് തന്നെ ചുമക്കുക, വേറെ ഒരു വഴിയും അവർക്കില്ല. അത്തരം സത്യത്തെ ചുമക്കുന്നത് വഴി ശക്തമായ പരാജയത്തിന്റെ വട്ടിലേക്ക് പോകാൻ പോകുന്നത് വേറെ കാര്യം. എങ്കിൽ പോലും ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാതെ ഈ കോന്തന്മാർക്കൊന്നും ഒരു നിവൃത്തിയും വേറെ ഇല്ല എന്നൊരു അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ മുഖ്യമന്ത്രി വിജയിക്കുന്നുണ്ട്. അത് കൂടുതൽ സമ്മർദ്ദമാണ്. അദ്ദേഹം പറയില്ലേ, മനസാക്ഷിയുടെ സമ്മർദ്ദമാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും വലിയ ശക്തിയും. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി അഴിമതിക്കാരന്റെ മനസാക്ഷിയാണ്. അത്തരം എന്താ പറയാ, എന്ത് വില കൊടുത്തും തന്റെ കാര്യം നേടിയിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സദാചാര വിരുദ്ധ മനോഭാവത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് ആ മനസാക്ഷിയിലാണ് അദ്ദേഹം ഇപ്പോഴും അർപ്പിച്ചിരിക്കുന്നത്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്നെയും സൗമ്യയൊക്കെ വിശ്വസിപ്പിക്കേണ്ടതാണ് ധാർമ്മികത. അങ്ങനെ വിശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അതിനുണ്ട്. മറ്റാളുകളെന്ത് ഇടപെടും? മനസാക്ഷിയിൽ ആരും ഇടപെടാനില്ലല്ലോ. അദ്ദേഹത്തിന്റെ മനസാക്ഷി എന്തെന്നും മനസ്സിലിരിപ്പ് എന്തെന്നും ഇത് ഈ കഴിഞ്ഞ 3 വർഷം തീരെ വിശ്വസിക്കാനുള്ളതായി. മലയാളി മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി തന്നെ ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ ആളുകൾ എങ്ങനെ പ്രയോഗം, അവരുടെ യഥാർത്ഥ പവർ, കഴിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ മനസാക്ഷി എങ്ങനെ വിനിയോഗിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇനി ഇത് പ്രത്യേകിച്ച് ബാബുവിന്റെ വിഷയത്തിൽ ഉണ്ടായ ഒരു തീരുമാനം എടുത്ത ഒരു സാഹചര്യം അല്ല ജസ്റ്റിസിന് ഉബൈദിന് മുന്നിലുള്ളത് ഉമ്മൻചാണ്ടിയുടെയും ആര്യാടന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ. കാരണം ഈ തൽക്കാലത്തേക്ക് സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ നിയമ ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അഴിമതി വിഷയങ്ങളിൽ കോടതികൾ പാലിക്കേണ്ട അടിസ്ഥാനമായ ചില നിയമങ്ങൾ, സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ ബാബുവിന്റെ കേസിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കില്ലേ ഇന്ന് ഈ കേസ് പരിഗണിക്കുക? അല്ല, അത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കിപ്പോ അറിയില്ല. കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. സാധാരണഗതിയിലാണെങ്കിൽ ബാബുവിന്റെ കേസിന് സമാനമായ ഒരു കേസേ അല്ല ഇത്. മറിച്ച് വളരെ പെട്ടെന്നാണ് നമ്മുടെ വിജിലൻസ് കോടതി ഇപ്പം അവര് കൊടുക്കാൻ പോകുന്ന പ്രേയറിൽ കോടതിക്ക് ഇതിന്റെ സ്ഥലപരമായ അധികാരം പോലും ഇല്ല, ജൂറിസ്ഡിക്ഷൻ പോലും ഇല്ല എന്ന മട്ടിൽ പോലും വാദിക്കുന്നതായി കേട്ടിരിക്കുന്നു. ഏതായാലും എന്ത് വേണമെങ്കിൽ വരട്ടെ, നാം ഒരു കോടതി വിധിയെ കാത്തിരിക്കുകയാണ്. കോടതി വിധി അത് ഏത് പോലും അതിന്റെ സയൻസ് ചോദ്യം ചെയ്യുന്നത് ഭരണഘടനാപരമായി ഭരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയ്ക്ക് ഗുണകരമായ ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അതിനകത്ത് ഇടപെടുന്നത് ഉമ്മൻചാണ്ടി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ക്രിയാത്മകമായ ഒരു ഇടപാട് അവിടെ നടക്കാൻ ഇടയില്ല. അദ്ദേഹം പലതും ഉപയോഗിച്ച് പരിചയമാതിരി നിവർത്തിയില്ലാത്ത ഒരു സ്ത്രീയിൽ നിന്ന് പണം വാങ്ങുകയും അവർ പിരിച്ചെടുത്ത ഇലനക്കി നായരുടെ ചെറിനക്കി നായർ എന്ന് പറഞ്ഞ മാതിരി പിരിച്ചെടുത്ത പണം തട്ടിയെടുക്കുക, അവരെ തന്നെ അപമാനത്തിന് വിധേയമാക്കുക, അവരെ തന്നെ ലൈംഗികമായി ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ? ഇതൊക്കെ കേട്ടതിന് ശേഷവും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് കുരയ്ക്കുക ധാർമ്മികതയെ കുറിച്ച്. ആ അർത്ഥത്തിലുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹം എന്തിനേയും വരുന്ന എന്തിനേയും കോടതിയെയും ഉപയോഗിക്കും. അവിടെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, പുതിയൊരു കമ്പനി രൂപീകരിച്ച് മറ്റൊരു വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകുകയായിരുന്നു ഉമ്മൻചാണ്ടി ചെയ്തതെന്ന് സരിതയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്, മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ചാണ്ടി ഉമ്മൻ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള അത്തരത്തിലൊരു നീക്കം നടന്നതായി. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അന്വേഷണ സംഘം ഈ വിധത്തിലൊന്നും അന്വേഷിച്ചിട്ടില്ല, സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നും സരിത പറയുന്നുണ്ട്. അല്ല, സരിതയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്ന കാര്യം എന്താണ്? ഞാൻ പറഞ്ഞ കേൾക്കാമോ സൗമ്യ? പറഞ്ഞോളൂ. സരിതയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന കാര്യം എന്താണ്? സരിതയെ സംബന്ധിച്ച് അവസാന വണ്ടിയാണ് കടന്നു പോകുന്നത് അവരെ വിശദീകരിക്കാനുള്ള. കാരണം 33 കേസുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഉത്തരവാദിത്വം പറയേണ്ട സ്ത്രീയാണവർ. ആ ഉത്തരവാദിത്വം അവർ ഭംഗ്യം തരണം കൃത്യമായും ഈ മൊഴി നൽകുന്നത് വഴി. ഈ മൊഴി ഇന്ന് അവർക്ക് പുറകോട്ട് പോകാനാകില്ല എന്നറിയാമല്ലോ. ഇതൊരു നിയമകോടതിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു കോടതികളിൽ ഈ മൊഴി തന്നെ കൊടുക്കാൻ ബാധ്യസ്ഥയാവും സരിത.
സരിതയ്ക്ക് എപ്പോഴും ഈ മൊഴിയുടെ കോപ്പി എടുത്ത് തന്നെ കൊടുക്കാനും കഴിയും. ഞാൻ പറയുന്നത് ആ നിലയ്ക്ക് താൻ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിൽ സരിത ഒഴിയുന്നുണ്ട്, വേറെ നിവൃത്തിയൊന്നുമില്ല സരിതയ്ക്ക്. അങ്ങനെ ഒഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുമ്പോൾ ഇന്ന് സരിത പറഞ്ഞ വളരെ ഗൗരവകരമായൊരു കാര്യമുണ്ട്. ഗൗരവകരമായ കാര്യമെന്ന് ഞാൻ പറയുന്നത് വളരെ നന്ദി ശ്രീ ഭാസ്കരേന്ദ്ര ബാബു എസ് നമ്മോട് സംസാരിച്ചതിന്. ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഒരു ഭാഗത്ത് ബാബുവിന് ലഭിച്ച ആ ഒരു തെല്ല ആശ്വാസം, 2 മാസത്തെ സ്റ്റേ ആണെങ്കിലും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതേ ആശ്വാസം ഇന്നും ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. പക്ഷെ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഈ 2 കേസുകളും താരതമ്യപ്പെടുത്തിക്കൂടി നോക്കേണ്ടതാണ്. ആ വിധത്തിൽ പരിശോധിച്ചാൽ ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ക്ലിയർ അല്ല എന്നാണ് കരുതുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കോടതി. യെസ്, ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഞാൻ ചോദിച്ചത് ഈ വിധത്തിൽ ബാബുവിന് ലഭിച്ച ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ സ്വാഭാവികമായും 2 കേസിന്റെയും ഡെപ്ത് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ വിധത്തിൽ പരിശോധിച്ചാൽ സമാനമായ രീതിയിൽ ഈ 2 കേസുകളും കണക്കാക്കാനാകുമോ? വളരെ നിർണായകമായ ഒരു ദിവസമാണ് യുഡിഎഫിനെ സംബന്ധിച്ച്. ഉബൈദ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കേസ്, മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത പരാതി, തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഭാവി തന്നെ ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിർണ്ണയിക്കപ്പെടാം. ഇതൊക്കെയാണെങ്കിലും ഒരു വളരെ വളരെ നിർണായകമായ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു കുറെ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമായ ഒരു പരിഹാരം, നിയമപരമായ ഒരു പരിഹാരം തേടാനുള്ള അവസരമാണ്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്നിഗ്ധമായ ഒരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ നമ്മൾ പല ഘട്ടത്തിലും കണ്ടതാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജുഡീഷ്യറിയെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം, അല്ലെങ്കിൽ ആ വിധത്തിൽ ജുഡീഷ്യറിയെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്ന ആരോപണം പൊതുവിൽ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ജസ്റ്റിസ് ഉബൈദ് തന്നെ ഈ കേസ് പരിഗണിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ നീക്കി ഇന്ന് തന്നെ പരിഗണിക്കാനുള്ള ഒരു സമ്മർദ്ദം നേരത്തെ ബാബുവിന് ആശ്വാസം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഉബൈദ് യുഡിഎഫിന്റെ ഗവൺമെന്റിന്റെ നിലപാടുകളെ ഒരു ജഡ്ജിയാണെന്നൊരു പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ടാവണം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംസാരം മാധ്യമങ്ങളിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റും ഒരു പക്ഷേ ശ്രമിച്ചിരിക്കാം. അപ്പീല് പോകുന്നതോ അപ്പീൽ വാങ്ങുന്നതോ നിയമപരമായിട്ടാണ് അത് തെറ്റൊന്നുമില്ല. ഇത് സങ്കീർണമായ ഈ വിഷയം, സരിതയുടെ വെളിപ്പെടുത്തലുകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന വിവാദങ്ങൾ, കഥകൾ ഒക്കെയും ഗവൺമെന്റിനെ വല്ലാതെ അതിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ വിധി എന്താണെങ്കിലും, വിധിയാണെങ്കിലും കോടതി നീക്കങ്ങളും കോടതിയുടെ നടപടിയും സഹായിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു വശത്ത് ജനാധിപത്യത്തിൽ എന്തൊക്കെയാവണം, എന്തൊക്കെ ആയിക്കൂടാ എന്ന് ജനങ്ങളുടെ മനസാക്ഷിയുടെ ഒരു നിലപാട്, രാഷ്ട്രീയക്കാർ എങ്ങനെയായിരിക്കണം. പക്ഷേ സരിതയുടെ നിലപാടുകൾ, സരിതയുടെ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ ഉയർത്തുകൊണ്ടുവന്നിരിക്കുന്നു. അതിൽ ഉമ്മൻചാണ്ടിയെ മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതിനൊക്കെ പരിഹാരമാവുമോ കോടതി വിധി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം രാഷ്ട്രീയ രംഗത്ത്. അത് തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ്. തിരികെത്താം. ശ്രീ മംഗളം അജിത് കുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ അജിത്ത്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രധാന ഒരു വിഷയം അതാണ്. ഇന്ന് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ ഭാവി പോലും നിശ്ചയിക്കപ്പെടുന്നത് ഈ ഒരു സുപ്രധാനമായ ഈ ഒരു വിധിയിൽ തന്നെയാകും. വിധി അനുകൂലമായാൽ അതിൽ തൂങ്ങി ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയിൽ തുടരാം. രാജിക്കാര്യത്തിനോട് കൃത്യമായി മുഖമറിച്ച് മറുപടി പറയാനുള്ള ഒരു അവസരം മുഖ്യമന്ത്രിക്ക് കിട്ടും. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങൾ ഈ കേസിലുണ്ട്. ഒരു ഭാഗത്ത് സരിത കമ്മീഷന് മുൻപാകെ മൊഴി നൽകുന്നു, രേഖകൾ അടക്കം പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യം, അത്തരം സാഹചര്യങ്ങളൊക്കെ കൂടി പരിഗണിക്കപ്പെടേണ്ടതല്ലേ ഒരുപക്ഷെ ഈ ഒരു വിധിയെന്ന് നമ്മൾ പറയുമ്പോഴും? ഉമ്മൻചാണ്ടിക്കെതിരെ സരിത കൊണ്ടുവന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ മുഖ്യമന്ത്രി പദവിക്ക് യോജിച്ചതല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുമ്പിൽ
വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട അതിലേക്കുള്ള സമ്മർദ്ദം ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മുഖ്യമന്ത്രി പദത്തിൽ ഇങ്ങനെ ആരോപണ വിധേയനായ ഒരാൾ എത്ര നാൾ ഇരിക്കാൻ കഴിയും? അങ്ങനെ കടിച്ചു ഇരിക്കേണ്ട ആളാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ കടിച്ചു തൂങ്ങിയിരുന്നാൽ ഉമ്മൻചാണ്ടിക്ക് സത്യത്തിൽ അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടാക്കിയ രാഷ്ട്രീയ യശസ്സിന് കളങ്കം ഉണ്ടാവില്ലേ? ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടുകയും അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി കുറ്റാരോപിതനാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അഗ്നിശുദ്ധി വരുത്തി കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം രാജിവെക്കാതിരുന്നാൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന ആരോപണത്തെ നേരിടേണ്ടി വരും. കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആളാകരുത് ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹത്തെ ഒരു താല്പര്യമുള്ളവർ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ അപ്പീൽ വാദം ആരംഭിച്ചിരിക്കുന്നു. അവിടെ പോലും കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിഷയം തൃശൂർ വിജിലൻസ് കോടതിയുടെ വിധി മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ളത് എന്നാണ്. അല്ല, മാധ്യമ വാർത്തകളല്ലല്ലോ. ഇപ്പൊ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉമ്മൻചാണ്ടിയും മന്ത്രിമാരും പ്രതിക്കൂട്ടിലാണ്. ഇത്രയധികം ആരോപണ വിധേയമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല, കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം, സരിത പറയുന്ന ആരോപണം ഗൗരവമുള്ളതാണ്, ചെറുതല്ല. അതുകൊണ്ട് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. സാങ്കേതികമായി മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിയമപരമായി അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല. സാങ്കേതികമായി വിജിലൻസ് കോടതിയുടെ പരാമർശത്തിന്റെ പേരിൽ പോലും രാജിവെക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ കടിച്ചു തൂങ്ങുന്ന ആളായി ചരിത്രം ഉമ്മൻചാണ്ടിയെ രേഖപ്പെടുത്തേണ്ടതുണ്ടോ? പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിരീക്ഷിക്കേണ്ടതല്ലേ? ഒരു ഭാഗത്തു നിന്ന് എ ഗ്രൂപ്പിന്റെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ട് എങ്കിൽ കൂടിയും ഇതിനിടയിൽ തൽക്കാലം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണത്തിലേക്കും പോകാതെ നിൽക്കുന്ന പലരെയും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറി നിന്നാൽ അത് എന്നേക്കുമായുള്ളൊരു മാറി നിൽക്കലായിരിക്കുമെന്ന ഒരു പേടി പൊതുവിലില്ലേ? കോൺഗ്രസിനെ രക്ഷപ്പെടണമെങ്കിൽ ഈ ആരോപണ വിധേയരെ ആകെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയൂ. ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും നില മെച്ചപ്പെടണമെങ്കിൽ ഈ ആരോപണ വിധേയരെ ആകെ, അവരും കുറ്റവാളികളാണെന്നോ കുറ്റം ചെയ്തോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആരോപണ വിധേയരാണ്. ആരോപണത്തിനും സംശയത്തിനും അതീതമായിരിക്കണമല്ലോ രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ ഭരണാധികാരികൾ. അതുകൊണ്ട് എല്ലാ ആരോപണ വിധേയരെയും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ടീമിനെ, അല്ലെങ്കിൽ ആരോപണ വിധേയരല്ലാത്തവരെ കളത്തിലിറക്കുകയാണ് കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ നന്ദി ശ്രീ അജിത് കുമാർ. ഈ അവസരത്തിൽ നമ്മുടെ സംസാരിച്ചതിന് ശ്രീ എ സജീവൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേർന്നിട്ട്. ശ്രീ എ സജീവൻ, ഏതായാലും അപ്പീലിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ പോലെ കെ ബാബുവിന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ ഒരു അനുകൂല തീരുമാനം, ഒരു താൽക്കാലികമായ ഒരു സ്റ്റേ എങ്കിലും ഈ വിധിക്കുണ്ടായാൽ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിലും പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അവസാനിക്കില്ല. കാരണം വിജിലൻസ് കോടതിയുടെ നടപടി, വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കപ്പെടുമ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ടും ആശ്വസിക്കാൻ വഴിയുള്ളത്. ഇപ്പം ബാബുവിന്റെ കേസിലുള്ളത് സംഭവിച്ചത് റദ്ദാക്കലല്ല, അത് സ്റ്റേ 2 മാസത്തേക്ക് അത് മരവിപ്പിച്ച നിർത്തലാണ്, സ്റ്റേ ചെയ്യലാണ്. പല ആളുകളുടെയും സംശയം ഇത് റദ്ദാക്കപ്പെട്ട പോലെയാണ് സംസാരിക്കുക. അതെല്ലാം ഉണ്ടായിട്ടുള്ളത് സ്റ്റേ ചെയ്യലാണ്. അപ്പൊ സ്റ്റേ ചെയ്തു എന്നുള്ളത് കൊണ്ട് വിജിലൻസ് കോടതി എടുത്തിട്ടുള്ള നിലപാട് തെറ്റാണ് എന്ന് ഹൈക്കോടതി പറയുന്നില്ല. മേൽക്കോടതിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് റദ്ദാക്കുകയാണ് വേണ്ടത്. ഇപ്പോഴ് അതിന്റെ പ്രൊസീജിയറിന്റെ ചില പ്രശ്നങ്ങളാണ് പറയുന്നത്. അതിൽ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടേണ്ട ഘട്ടത്തിൽ അത് കിട്ടുന്നതിന് മുൻപാകെ ഒരു നടപടി എടുത്തു എന്നുള്ളതാണ് ബാബുവിന്റെ കേസിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇത് സോളാർ കേസ് ഉൾപ്പെടെ CBIയുടെ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ മേൽക്കോടതിയിൽ ഉണ്ടായിരിക്കെ പെട്ടെന്ന് ഇങ്ങനൊരു നടപടി എടുത്ത് തെറ്റാണെന്നുള്ളതാണ്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഉള്ളത് ബാബുവിനെതിരെ കൊടുത്ത പോലെ കേസല്ല ഉള്ളത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ അടുത്ത്, ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അടുത്ത്, കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, അവിടെ കൊടുത്ത മൊഴിയെ കുറിച്ച് ഒരു PIL പൊതു താല്പര്യ ഹർജി വരുന്നു. ആ പൊതു താല്പര്യ ഹർജിയിലെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ട്. അപ്പോഴും അതിനെക്കുറിച്ചുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ അനുവദിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ നടപടിയെടുത്തു. ഈ തടസ്സവാദം കേൾക്കാതെ തന്നെ നടപടിയെടുത്തുള്ള 2-3 കാര്യങ്ങളാണുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. തങ്ങൾക്ക് എതിരെയുള്ള ആരോപണത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഈ വിജിലൻസ് കോടതി എടുത്ത നടപടി തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് അനുകൂലമായിട്ടും
വിജിലൻസ് കോടതിയുടെ ഈ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് റദ്ദ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഒരു വലിയ വിജയം തന്നെയായിരിക്കും. അതിന് അദ്ദേഹത്തെ അങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതാണ് അദ്ദേഹവും ആര്യാടൻ മുഹമ്മദ് എന്ന് സമീപിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കോടതിയുടെ വിധി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഇപ്പൊ അതിൽ പ്രൊസീജിയർ കണക്കാക്കിക്കൊണ്ട് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ വിടണം എന്ന രീതിയിലൊക്കെയാണ് വിടുന്നതെങ്കിൽ അത് അപ്പോഴും കോടതിയുടെ ഈ വിജിലൻസ് കോടതിയുടെ നടപടിയെ റദ്ദാക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിലപാടെടുക്കുകയോ എല്ലാം ചെയ്തിട്ടുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരികെ എത്താൻ ദയവായി തുടരുക ശ്രീ എ സജീവൻ. അഡ്വക്കേറ്റ് PS സലീം നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ PS സലീം, ഏതായാലും അപ്പീലിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുമാനം എന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഇവിടെ ബാബുവിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഒരു താൽക്കാലിക സ്റ്റേ ആണ്. 2 മാസത്തേക്കുള്ള ഒരു സ്റ്റേ ആയിരുന്നു. അവിടെയും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ക്വിക്ക് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നത് കൊണ്ടായിരുന്നു അങ്ങനെ ഒരു സ്റ്റേ അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും ഒരു പക്ഷേ അങ്ങനെ ഒരു സ്റ്റേ വന്നാൽ അത് എത്രത്തോളം ഒരു താൽക്കാലികമായ ഒരു അനുകൂല നടപടി എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം ഇല്ലാതാകുന്നില്ല, ഈ പ്രശ്നം ഇല്ലാതാകുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയില്ലേ ശ്രീ സലീം? ഇതിൽ ഒരു വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ സജീവം സൂചിപ്പിച്ച പോലെ ഒരു മുഖ്യമന്ത്രിയുടെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ പ്രശ്നമായി ഞങ്ങളിത് കാണുന്നില്ല. നമ്മളൊക്കെ വളരെ പരിപാവനമായി പവിത്രമായി കാണുന്ന നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഒരു നഗ്നമായ ദുരുപയോഗം ഈ തൃശൂർ വിജിലൻസ് കോടതിയുടെ കഴിഞ്ഞ ദിവസം നടന്ന വിജിലൻസ് കോടതി ജഡ്ജി വാസന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അസാധാരണ സാഹചര്യത്തിൽ പുറപ്പെടുവിപ്പിക്കുന്ന ഒരു അസാധാരണ വിധി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവ് ഒരുപക്ഷെ നാളെ ഇത് ആവർത്തിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിജിലൻസ് കോടതികൾ ആർക്കെതിരെയും ഇങ്ങനെ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടെ ഒരു വലിയ നിയമരംഗത്ത് ഒരു വലിയ അരാജകം സൃഷ്ടിക്കപ്പെടും. മുഖ്യമന്ത്രി വളരെ വ്യക്തിപരമായി ഈ കേസ് ഫയൽ ചെയ്ത് അത്തരമൊരു സാഹചര്യം നാളെ കേരളത്തിലെ ഏത് പൊതുപ്രവർത്തകനെതിരായി വരുന്ന ഇത്തരം ഒരു സാഹചര്യം നിങ്ങൾ വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമായി അതല്ലെങ്കിൽ ഇതൊരു താൽക്കാലികമാണ് ആ ഒരു ആസ്പെക്റ്റിലൊന്നും ഈ കോടതി കേരള ഹൈക്കോടതിയിൽ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങളുടെ വിലയിരുത്തേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ നിയമരംഗത്തെ ആളുകൾക്ക് കേൾക്കാം വളരെ അസാധാരണമായ ഒരു വിധി എന്നതിനപ്പുറത്ത് നിയമ സംവിധാനത്തിന്റെ ഒരു ജഡ്ജിയുടെ വിവേചനാധികാരത്തിന്റെ നഗ്നമായ ദുരുപയോഗം കേരളത്തിലെ നിയമരംഗത്ത് ഇന്നലെ ഈ വിജിലൻസ് ജഡ്ജി വാസിന്റെ വിധി അതിശക്തമായ വിമർശനത്തിന് വിധേയമാവുന്നത് ഈ ഒരു ആർക്കെതിരെയും നാളെ കേരളത്തിൽ VS അച്യുതാനന്ദനെതിരെ പിണറായി വിജയനെതിരെയോ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ കോടതിയെ സമീപിച്ചാൽ FIR ഇടണം എന്ന് പറയുന്നത് എന്നടിസ്ഥാനത്തിലാണ് തിരികെത്താം ശ്രീ സലീം. ശ്രീ എ സജീവൻ ഇവിടെ സൂചിപ്പിച്ചത് ഒരു സുപ്രധാനമായ വിഷയമാണ്. ഇങ്ങനെയാണ് സമീപനം നമ്മുടെ ജുഡീഷ്യറിയുടെ സമീപനമെങ്കിലെന്ന്. ഇവിടെ മറ്റൊരു വിഷയം കൂടി ഇല്ലേ? പ്രത്യേകിച്ച് അഴിമതി പോലൊരു വിഷയമാണ്. അവിടെ ഈ വിധത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് ഉണ്ടോ? ഇല്ലേ? ഇല്ല, വളരെ കോടതി തന്നെ മേൽക്കോടതികൾ തന്നെ പലതും വ്യക്തമാക്കിയതോടെ വിജിലൻസ് കോടതിക്ക് ഇങ്ങനെ ക്വിക്ക് വെരിഫിക്കേഷൻ വിടാതെ തന്നെ നേരിട്ട് FIR ഇട്ട് കേസെടുക്കാൻ ആവശ്യപ്പെടാം. കോടതിക്ക് അത് ആവശ്യപ്പെടുന്നതിന് കാര്യം ഇവിടെ ഒരു പൊതു താല്പര്യ ഹർജി കോടതിയുടെ മുമ്പാകെ വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഒരു ജുഡീഷ്യൽ സ്ഥാപനത്തിന് മുമ്പാകെ കൊടുത്ത മൊഴിയുടെ കാര്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് കോടതി ഇതിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ മന്ത്രി ആര്യാടൻ കുറ്റക്കാരനാണെന്നോ പറയുന്നില്ല. കോടതി പറയുന്ന വാക്ക് വളരെ വ്യക്തമാണ്. ഒരു പോസ്റ്റ്മാന്റെ ജോലിയാണിത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചോളട്ടെ, അന്വേഷണം തെറ്റാണോ ശരിയാണോ ഉള്ള കാര്യം അത് ഏതൊരാളുടെ കാര്യത്തിലും തന്നെയാണല്ലോ വരും. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രഥമ വിവര റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ എടുക്കേണ്ടതാണ്. അത് സാധാരണഗതിയിൽ തന്നെ എടുക്കും. ഇത് കോടതി തന്നെ പറയുന്നത് എടുക്കാൻ പറയുന്നു. അല്ലാതെ ഒരു അന്വേഷണം നടത്താൻ പറ്റുമോ? FIR അന്വേഷണം നടത്താൻ പറ്റുമോ? ഇങ്ങനെ സാധാരണ വിജിലൻസിന്റെ പ്രൊസീജിയർ അനുസരിച്ച് അവിടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സിവിൽ പൊതുരംഗത്തുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പലപ്പോഴും ഒരു പ്രഥമ അന്വേഷണം നടത്തും.
പ്രാഥമിക അന്വേഷണം, അതിനാണ് ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ആ പ്രാഥമിക അന്വേഷണം പെട്ടെന്ന് തന്നെ നടത്തിയതിനു ശേഷം അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ നടപടിയെടുക്കും. അതാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്. ബാബുവിന്റെ കാര്യത്തിൽ പറ്റിയത് കുറെ കാലമായിട്ട് വെച്ചിട്ടും പിന്നീടും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള വൈകിയ കാരണമാണ് കോടതി നിലപാടെടുത്തത്. ഇവിടെ അങ്ങനെ ഒരു സംഭവമല്ല. കോടതി തന്നെ പറഞ്ഞത് കോടതിയുടെ അധികാരപരിധിയിൽപ്പെട്ട ഒരു കാര്യം വെച്ചുകൊണ്ടാണ് കോടതി പറയുന്നത് ഇതിനിപ്പം പ്രാഥമിക അന്വേഷണത്തിന്റെ കാര്യമില്ല, വെരിഫിക്കേഷന്റെ കാര്യമില്ല, അതിന് പകരമായിട്ട് FIR ഇട്ട് കേസെടുക്കണം. അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്നല്ല. ഇപ്പോഴും നമ്മൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തലുമല്ല, അത് പല ആരോപണങ്ങളും സരിത പറയുന്നു. സരിതയുടെ കാര്യത്തിൽ നമുക്കറിയാവുന്ന സരിത പറഞ്ഞ പല കാര്യങ്ങളും മാറ്റിപ്പറയുകയും പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും. കത്തിന്റെ കാര്യം തന്നെ അറിയാം, എത്ര പേജ് എന്നുള്ള കാര്യത്തിൽ സരിത ഓരോ ദിവസം ഓരോ തരത്തിലാണ് അത് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പക്ഷേ ഒരു നിയമ നടപടിയുടെ ഭാഗമായിട്ട് ആർക്കെതിരെ, അതാ കോടതി പറഞ്ഞത്, ഒരു വില്ലേജ് ഓഫീസർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ആളുകളൊക്കെ നിയമത്തിന് മുമ്പിൽ സമന്മാരാണെന്ന് കോടതി പറയുമ്പോൾ അത് സാധാരണ കോടതി നിയമത്തിന്റെ തത്വമാണ്, നീതിയുടെ തത്വമാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരെന്നുള്ളതാണ് നമ്മുടെ. ശ്രീ സജീവൻ, ശ്രീ സലീം, അത്തരം നിയമവശങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ക്വിക്ക് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് കോടതിക്ക് വ്യക്തമായ സാഹചര്യത്തിലായിരുന്നു കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഒരു പൊതു താൽപര്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു വിഷയവും വിജിലൻസിന്റെ ഉത്തരവ് വന്നൊരു ഘട്ടത്തിൽ ബാബുവിന്റെ വിഷയത്തിൽ നമ്മൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ശ്രീ സലീം, ബാബുവിന്റെ വിഷയത്തില് ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നില്ലെന്ന് പറയാൻ കഴിയും. ബാബുവിന്റെ വിഷയത്തിൽ ഒന്ന് കേരള ഹൈക്കോടതിയിലെ ബാബുവുമായി ബന്ധപ്പെട്ട കേസിന്റെ ഡിവിഷൻ ബെഞ്ച് ആ കേസ് CBIക്ക് വിടണമോ എന്നുള്ള വാദം നടക്കുമ്പോൾ ആ കേസിന്റെ എല്ലാ വശങ്ങളും കേരളത്തിന്റെ പരമോന്നത നീതിന്യായപീഠത്തിന്റെ മുമ്പിൽ സജീവമായി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനിടയിലാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിവരം വിജിലൻസ് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിച്ചതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജഡ്ജി വാസൻ അങ്ങനെ വിട്ടത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് ഒന്നെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ഡൽഹി. എന്തുകൊണ്ട് ഈ പരാതിക്കാരൻ നേരിട്ട് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ പോകുന്നു? ആ പരാതിക്കാരൻ കേസ് ഫയൽ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ആ സമയത്തൊക്കെ സരിത എറണാകുളത്ത് സോളാർ കമ്മീഷനിൽ മൊഴി നൽകി പൂർത്തിയായിട്ടില്ല. അങ്ങനെയെങ്കിൽ ശ്രീ PS സലീം, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഹർജിയിൽ എങ്ങനെ വളഞ്ഞ വഴിയിൽ ഉബൈദിന്റെ മുമ്പിൽ തന്നെ എത്തി? എങ്ങനെ വളഞ്ഞ വഴിയാകും? അത് സ്വാഭാവികമായിട്ട് ആ ബെഞ്ചാണ്. അത് പ്രോപ്പർ എന്ത് ഇത് അറിയത്തില്ല സംസാരിക്കുന്നത്. പ്രോപ്പർ ബെഞ്ചാണ്, അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇല്ല, പ്രോപ്പർ ബെഞ്ച് അല്ല. രജിസ്ട്രാർ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഇതിനെ നേരിട്ട് കണ്ട് പറയുകയായിരുന്നു. ഒരു കേരളത്തിലെ വളരെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ സീനിയറായ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇങ്ങനെ പറയരുത്. തീർച്ചയായും സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയ അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കം ഈ ഒരു സാഹചര്യം വ്യക്തമാക്കിയതാണ്. നിങ്ങൾക്ക് ജയശങ്കറിനെ പോലെ വളരെ പാർഷ്യലായി സംസാരിക്കുന്ന ആളുകളെ ഫോളോ ചെയ്യരുത്. എന്റെ ഏറ്റവും അടുത്ത തീരുമാനം എടുക്കുന്നതിന് മുൻപ് എങ്ങനെ കൃത്യമായി ജസ്റ്റിസ് ഉബൈദിന്റെ മുന്നിലേക്ക് തന്നെ ഇത് എത്തി? അത് പ്രോപ്പർ ബെഞ്ചാണ്. ഇത് ആരാണ് പറഞ്ഞു തന്നത്? അത് പ്രോപ്പർ ബെഞ്ചാണ്. ഹൈക്കോടതിയിൽ അങ്ങനെ തോന്നുന്ന ബെഞ്ചിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇത് പ്ലീസ് ഒന്നും കൂടെ വെരിഫൈ ചെയ്യൂ. അത് ക്ലിയർ ആക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ജസ്റ്റിസ് ഉബൈദിന് മുന്നിലേക്ക് പ്രോപ്പർ ബെഞ്ച് തന്നെയാണ്, ആ വിധത്തിൽ തന്നെയാണ് അപ്പീൽ എത്തിയിരിക്കുന്നത് എന്നാണ് ശ്രീ PS സലീം ആവർത്തിച്ചു പറയുന്നത്. റിട്ട് ഹർജിയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെയാണ് പരിഗണനയ്ക്ക് വരേണ്ടത്, സംശയമൊന്നുമില്ല. 227 അനുച്ഛേദ പ്രകാരം റിട്ട് ഹർജിയായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളതെങ്കിൽ ശ്രീ ജസ്റ്റിസ് ഉബൈദിന്റെ മുമ്പിൽ തന്നെയാണ് പരിഗണനയ്ക്ക് വരേണ്ടത്. നേരെ മറിച്ച് ക്രിമിനൽ റിവിഷൻ പെറ്റീഷനായിട്ടാണ് ഫയൽ ചെയ്യണമെങ്കിൽ വേറെ ബെഞ്ചിലാണ് പോകുന്നത്. നേരത്തെ എന്തിനാണ് അപ്പൊ പിന്നെ ഉമ്മൻചാണ്ടിയുടെയും ആര്യാടന്റെയും അഭിഭാഷകൻ ഈ കേസ് ഇവിടെ തന്നെ പരിഗണിക്കണം എന്ന തരത്തിലൊരു പരാമർശത്തിലേക്കൊക്കെ പോയത്?
അതായത് ഇന്ന് തന്നെ സ്വകാര്യ ഹർജി ഫയൽ ചെയ്യട്ടെ എന്ന് തന്നെ പരിഗണിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ജസ്റ്റിസ് സുബൈദിനോട് ചോദിച്ചിരുന്നു. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും ഹൈക്കോടതിയിൽ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത ഒരു നടപടിക്രമമുണ്ട്. അതായത് സാധാരണഗതിയിൽ ഇന്നിപ്പോ നമ്മളൊരു ഹർജി ഞാൻ ഇവിടെ നിന്ന് എഴുതി തയ്യാറാക്കി ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഫയൽ ചെയ്താൽ നാളെയാണ് കോടതിയിൽ പരിഗണനയ്ക്ക് വരിക. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഫയൽ ചെയ്താൽ സാധാരണ തിങ്കളാഴ്ചയിലേ ഉള്ളൂ. അപ്പൊ അടിയന്തര പ്രാധാന്യമുള്ള കേസുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 കോടതി പരിഗണനയ്ക്ക് വരണം എന്ന് നമുക്ക് ഫയൽ ചെയ്താൽ ടുഡേ മൂവിംഗ് പെറ്റീഷൻ എന്ന് പറയും. ടുഡേ മൂവിംഗ് നടത്തി കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് ഫയൽ ചെയ്യണം. 10 മണിക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ടുഡേ മൂവിംഗ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ പരിഗണനയ്ക്ക് വരും. ഒരു പക്ഷേ 10 മണിക്ക് അല്ലെങ്കിൽ ഈ ഹർജി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഹർജിയുടെ അടിയന്തര പ്രാധാന്യം പരിഗണിച്ച് ഒരു പക്ഷേ അഭിഭാഷകർ കോടതിയിലെത്തി അടിയന്തര പ്രാധാന്യമുള്ള കേസാണ് ഇന്ന് തന്നെ പരിഗണിക്കണം എന്ന് കോടതിയിൽ മെൻഷൻ ചെയ്യാറുണ്ട്. മെൻഷനിങ് എന്ന് പറയും. അത് കാലത്ത് 10 മണിക്ക് പറയുന്നു ഞാൻ ഇന്ന് ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്, അടിയന്തര പ്രാധാന്യമുള്ളൂ, ഹേബിയസ് കോർപ്പസ് ആണ്, ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ അത് തിങ്കളാഴ്ച വരെ കാത്തിക്കാൻ പറ്റില്ലല്ലോ. പോലീസുകാരെ ആ വിഷയം സുബൈദിന്റെ ബെഞ്ചിൽ തന്നെ പരിഗണിക്കാൻ പറയാനുള്ള സാഹചര്യവുമുണ്ട്. അത് പറയാം. അപ്പൊ ആ കേസുകൾ പരിഗണിക്കുന്ന ജഡ്ജി ആരോപിച്ചാൽ അവിടെ പോയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മെൻഷനിങ് നടത്തുക. ഇപ്പൊ ഹേബിയസ് കോർപ്പസ് കേസാണെങ്കിൽ നമ്മൾ ജസ്റ്റിസ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ജഡ്ജിയുടെ മുമ്പിൽ പോയിട്ട് മെൻഷൻ ചെയ്യും, ഞാൻ ഒരു ഹേബിയസ് കോർപ്പസ് ഇന്ന് ഫയലാക്കിയിട്ടുണ്ട്, അടിയന്തര പ്രാധാന്യമുള്ളതാണ്, ആളെ പോലീസ് പിടിച്ചിട്ടുള്ളത്. അപ്പൊ ജഡ്ജി ആയിക്കോട്ടെ എന്ന് പറയും. അപ്പൊ ജഡ്ജിയുടെ ചേംബറിൽ ബെഞ്ച് ക്ലർക്ക് അല്ല കോർട്ട് ഓഫീസർ ഒരു ചിട്ട് കൊടുക്കും. ആ ചിട്ട് നമ്മൾ രജിസ്ട്രിയിൽ കൊണ്ട് കൊടുത്താൽ നമ്മുടെ കേസ് ഇന്ന് തന്നെ നമ്പർ ഇട്ട് അടിയന്തര പ്രാധാന്യം വെച്ച് ബെഞ്ചിൽ വെക്കും. ഒരു പക്ഷേ ഈ മന്ത്രിമാരുടെ അഭിഭാഷകൻ ഈ രീതിയിലുള്ള മെൻഷനിങ് ആയിരിക്കും നടത്തിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയെങ്കിൽ ജസ്റ്റിസ് ഉബൈദ് തന്നെ ഈ കേസ് പരിഗണിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ സ്വാഭാവികമാണ്. ജസ്റ്റിസ് ഉബൈദ് തന്നെ പരിഗണിക്കാനുള്ള സാഹചര്യം സ്വാഭാവികമാണ്. അദ്ദേഹം തന്നെയാണ് പരിഗണിക്കേണ്ടത്. അങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിൽ ഇനിയിപ്പോൾ ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ശ്രീ ജയശങ്കർ, ബാബുവിന്റെ കേസ് കോടതി കൈകാര്യം ചെയ്ത രീതി, അതിൽ വലിയൊരു വിമർശനം ഉണ്ടായിരുന്നത് സ്വാഭാവികമായും അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് എന്നൊരു വിഷയത്തിൽ തന്നെയായിരുന്നു. അവിടെ സുപ്രീം കോടതിയുടെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ പാലിക്കപ്പെട്ടോ എന്നൊരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ട തരത്തിലേക്കുള്ള ചർച്ചകളിലേക്കൊക്കെ ഇന്നലെ പോയിരുന്നു. സമാനമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ വിഷയവും വരുമ്പോൾ അതിന്റെ ഗൗരവം കൂടി ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യത ഉണ്ടാകില്ലേ ജസ്റ്റിസിന് മുന്നിൽ? കുറിച്ച് ഈ ഘട്ടത്തിൽ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം കോടതി പരിഗണിച്ച് കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പരിഗണിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പരിഗണിക്കുന്നതിന് മുമ്പ് അത് പരിഗണിക്കുമോ പരിഗണിക്കില്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല. പക്ഷെ കേസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വശം കൂടിയില്ലേ? അതായത് പൂർണ്ണമായും ബാബുവിന്റെ കേസിൽ പോലും ഉണ്ടായിട്ടുള്ളത് ചില സാങ്കേതിക വിഷയങ്ങളായിരുന്നു. അത് പറഞ്ഞുകൊണ്ടായിരുന്നു 2 മാസത്തെ സ്റ്റേ അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വരുമ്പോഴും അങ്ങനെ ഒരു സ്റ്റേ എന്നതിനപ്പുറത്തേക്ക് കേസിന്റെ ഒരു ഡെപ്ത് ഇല്ലാതാവുന്നില്ലല്ലോ. കേസിന്റെ ഡെപ്ത് ഒരു കാരണവശാലും ഇല്ലാതാകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യുന്ന പക്ഷം അത് താൽക്കാലികമായി മരവിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉത്തരവ് ഇല്ലാതാകുന്നില്ല. പക്ഷെ ഇന്നലത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പരാതിക്കാരന്റെ ജോർജ് വട്ടുകുളത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായിരുന്നു. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കാനുണ്ട്. അതിലൊരു അവസരം ചോദിച്ചു. അവസരം ചോദിക്കുകയും ആ അഭിഭാഷകൻ രാവിലെ മുതൽ ഉച്ചയ്ക്ക് കോടതി പിരിയുന്നവരെയും അതിനുശേഷവും ഉച്ച കഴിഞ്ഞ് കോടതി പുനരാരംഭിച്ചതിന് ശേഷവും അവിടെ ഹാജരായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ബോധിപ്പിക്കാനുള്ള അവസരം നൽകാതെ അദ്ദേഹത്തിന് വിപരീതമായ ഒരു ഉത്തരവ് ജസ്റ്റിസ് ഉബൈദ് പുറപ്പെടുവിച്ചു. അതിൽ ഒരു വലിയൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. അതായത് നീതിയുടെ താല്പര്യം, നീതി നടപ്പാക്കിയാൽ മാത്രം പോലുള്ളൂ ജഡ്ജിമാർ. നീതി നടപ്പാക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചെയ്ത് പൂർണ്ണമായിട്ടും നിയമവിധേയമാണ് എങ്കിൽ പോലും ആണോ എന്നുള്ള കാര്യം നിൽക്കട്ടെ, ആണ് എന്ന് വിചാരിക്കുക എങ്കിൽ പോലും ആ അഭിഭാഷകന് അദ്ദേഹത്തിന് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള അവസരം നൽകിയില്ല. അതൊരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു അപാകത തന്നെയാണ് ശ്രീ ജസ്റ്റിസ് ഉബൈദിന്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ജസ്റ്റിസ് ഉബൈദ് മുഖ്യമന്ത്രിയുടെ അപേക്ഷ പരിഗണിക്കുകയാണ്. ഇന്നിപ്പോൾ ഉണ്ടാകുന്ന തീരുമാനം ഏതായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഉത്തരവിൽ പ്രത്യേകിച്ച് ഇന്നലെ മന്ത്രി
യെസ്, ഇപ്പോൾ സമീർ വഴങ്ങോട് ചേരുന്നുണ്ട് ഹൈക്കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സമീർ, അപ്പീലിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തരാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ആരംഭിച്ച വാദം ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും മുഖ്യമന്ത്രിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള സീനിയർ അഭിഭാഷകൻ എസ് ശ്രീകുമാർ പ്രധാനമായും കോടതി വാദിച്ചത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് തൃശൂർ വിജിലൻസ് കോടതി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നീണ്ടു നിൽക്കുന്ന ഒരു വാദം തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്ന 3 മണിക്കൂറോളം നീളുന്ന വാദമാണ്. അതിനകത്ത് തന്നെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിക്കൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി കൂടി വാദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നീണ്ടു നിൽക്കുന്ന ഒരു വാദം തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾക്കായിരുന്നു ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ചും തിങ്കൾ വെള്ളി ദിനങ്ങളിൽ കോടതി രാവിലെ 12 മണിക്ക് മുമ്പ് ഫയൽ ചെയ്യുന്ന ഹർജികളെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്ന പതിവാണുള്ളത്. എന്നാൽ ഇന്ന് ഈ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മന്ത്രി ആര്യടൻ മുഹമ്മദിനുമെതിരായിട്ടുള്ള ഈ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള അനുമതി തേടിക്കൊണ്ട് ഇരുവരുടെയും അഭിഭാഷകർ കോടതിയെ സമീപിച്ച ഒരു നടപടി ഉണ്ടായി. അതോടൊപ്പം തന്നെ ഏത് കോടതിയിലേക്ക് ഇത് പോകണമെന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം, അല്ലെങ്കിൽ ഏത് കോടതി ഇത് പരിഗണിക്കണമോ എന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനടക്കമുള്ള അത്തരത്തിലുള്ള നടപടികളും വളരെ അപൂർവമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള നടപടികളാണ് ഉണ്ടായത്. അത്തരത്തിൽ ആണ് ഇപ്പോൾ ഈ ഹർജി ഒടുവിൽ ജസ്റ്റിസ് P. ഉബൈദിന്റെ അരികിൽ തന്നെ എത്തും എന്നുള്ള കാര്യം കൂടി ഇന്ന് രാവിലെ തന്നെ ഈ ഹർജി നൽകുന്നതിന് മുമ്പ് തന്നെ തീർപ്പാക്കിയിരുന്നു, ഉറപ്പുവരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി നൽകുന്നത്. ഇപ്പോൾ ഈ ജസ്റ്റിസ് P. ഉബൈദിന്റെ ബെഞ്ച് തന്നെയാണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ മന്ത്രി K. ബാബുവിനെതിരായ ഉത്തരവ് റദ്ദ് ചെയ്ത തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്ത കോടതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ വാദവും പുരോഗമിക്കുന്നത്. K. ബാബുവിനെതിരെ തൃശൂർ വിജിലൻസ് കോടതി ബാർ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്ന ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ വാദിച്ചതും എസ് ശ്രീകുമാർ തന്നെയാണ്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ ഒരാളായിട്ടുള്ള എസ് ശ്രീകുമാർ ആയിരുന്നു. ആ വാദത്തിനൊടുവിൽ ജസ്റ്റിസ് P. ഉബൈദിന്റെ ഉത്തരവ് വന്നതും 2 മാസത്തേക്ക് ആണെങ്കിൽ കൂടി താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി ഈ നിയമ നടപടികൾ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവുകളെല്ലാം തന്നെ റദ്ദാക്കാനുള്ള നടപടിയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള ഉത്തരവാണ് ഉണ്ടായിരുന്നത്. ഇന്ന് സമാനമായ കോടതി തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ മന്ത്രി ആര്യടൻ മുഹമ്മദിനുമെതിരായിട്ടുള്ള ഈ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള ഹർജിയും പരിഗണിക്കുന്നത്. ഇപ്പോൾ വാദം തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കും, വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്.